നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മംഗൽപാടി മുട്ടം കടപ്പുറത്ത് മത്സ്യബന്ധന തോണിയും എഞ്ചിനും വലയും കത്തിനശിച്ച നിലയിൽ. സംഭവത്തിൽ കുമ്പള പോലീസ് അന്വേഷണം തുടങ്ങി. ബായാർ പദവിലെ ടിപ്പർ ലോറി ഡ്രൈവർ മുഹമ്മദ് ആസിഫിന്റെ ദുരൂഹ മരണം. ഫോറൻസിക് സർജൻ കായർകട്ടയിൽ സന്ദർശനം നടത്തി. KP കുഞ്ഞിക്കണ്ണൻ അനുസ്മരണ സമ്മേളനം 25-ന് കാഞ്ഞങ്ങാട് കോവൽപ്പള്ളിയിൽ നടക്കും. KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. റോട്ടറി ഡിസ്ട്രിക്ട് സമാഗമം 2025 24, 25, 26 തീയതികളിൽ കാഞ്ഞങ്ങാട് നടക്കും. PN രാജു സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്യും. നാടകരാവുകൾക്ക് വിട. 6 ദിവസങ്ങളിലായി തൃക്കരിപ്പൂർ നടക്കാവിൽ നടന്ന സംഗീത നാടക അക്കാദമി ഉത്തരമേഖല അമേച്ചർ നാടക മത്സരം സമാപിച്ചു. മഞ്ചേശ്വരം SAT സ്കൂളിലെ കുട്ടികളിലുണ്ടായ ചൊറിച്ചിലിന് കാരണം വൈറസ് അല്ല, വില്ലൻ കമ്പിളിപ്പുഴു. ഗുണകരമായത് ആരോഗ്യവകുപ്പ് നടത്തിയ അന്വേഷണം. കരവിരുതിൽ പാഴ്വസ്തുക്കൾ കരകൗശല വസ്തുക്കളാകും. ക്രാഫ്റ്റ് മാജിക് എന്ന പേരിൽ 27-ന് പ്രദർശനമേള നടത്തുവാനുള്ള ഒരുക്കവുമായി നിർമ്മല. വാർത്തകൾ വിശദമായി. കാസർഗോഡ് മംഗൽപാടി മുട്ടം കടപ്പുറത്ത് മത്സ്യബന്ധന തോണിയും എഞ്ചിനും വലയും കത്തിനശിച്ച നിലയിൽ. ബേരിക്ക് ബങ്കരമുട്ടത്തെ കീർത്തേഷ് ദാമോദരന്റെ ഉടമസ്ഥതയിലുള്ള തോണിയും മത്സ്യബന്ധന സാമഗ്രികളുമാണ് കത്തിനശിച്ച നിലയിൽ കണ്ടത്. സംഭവത്തിൽ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ 10ഓളം പേരെ കുമ്പള പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. മംഗൽപാടി മുട്ടം കടപ്പുറത്ത് വ്യാഴാഴ്ച പുലർച്ചെ 2:30-ന് മത്സ്യബന്ധനത്തിന് പോകുവാനെത്തിയ തൊഴിലാളികളാണ് മത്സ്യബന്ധന തോണിയും എഞ്ചിനും വലയും കത്തിക്കൊണ്ടിരിക്കുകയായിരുന്ന നിലയിൽ കണ്ടത്. ഉടൻ തന്നെ തീ അണച്ചുവെങ്കിലും തോണിയും മറ്റും പൂർണ്ണമായും കത്തി നശിച്ചു. ഇതിനിടെ കുമ്പള പോലീസിനെയും ഉടമയായ കീർത്തേഷിനെയും മത്സ്യത്തൊഴിലാളികൾ വിവരമറിയിക്കുകയും ചെയ്തു. കുമ്പള ഇൻസ്പെക്ടർ KP വിനോദ് കുമാർ, SI-മാരായ VK വിജയൻ, ഗണേഷ് എന്നിവർ മുട്ടം കടപ്പുറത്തെത്തി തോണിയും മറ്റും പരിശോധിക്കുകയും പ്രാഥമികാന്വേഷണം നടത്തുകയും ചെയ്തു. ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഉടമ കീർത്തേഷിന്റെ പരാതിയിൽ സംഭവത്തിൽ കുമ്പള പോലീസ് കേസെടുക്കുകയും വിശദമായ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സംശയത്തിന്റെ പേരിൽ കുമ്പള പോലീസ് 10ഓളം പേരെ കസ്റ്റഡിയിലെടുക്കുകയും ഇവരെ ചോദ്യം ചെയ്തു വരികയും ചെയ്യുന്നുണ്ട്. മത്സ്യബന്ധനം കഴിഞ്ഞ് ബുധനാഴ്ച രാവിലെയായിരുന്നു തോണി കരയിലെത്തിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോകേണ്ടതായിരുന്നു. ഇതിനിടെയാണ് സാമൂഹ്യ വിരുദ്ധർ തോണിയും മറ്റും തീവെച്ച് നശിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ചതായി പരാതി. കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ബാസിത്തിനാണ് പരിക്കേറ്റത്. മീപ്പുകുരിയിൽ പുതുതായി കട ആരംഭിക്കുന്നതിലുള്ള വിരോധത്തിൽ തന്നെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നുവെന്ന് ബാസിത്ത് നൽകിയ പരാതിയിൽ പറയുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മീപ്പുകുരിയിൽ ബുധനാഴ്ച അർദ്ധരാത്രി 12:30-നായിരുന്നു കേസിനാസ്പദമായ സംഭവമുണ്ടായത്. ബാസിത്തും സുഹൃത്തുക്കളും മീപ്പുകുരിയിൽ പുതുതായി ആരംഭിക്കുന്ന കടയിൽ പെയിന്റിംഗ് പണി ചെയ്യുന്നതിനിടെ ഇവർ കട തുടങ്ങുന്നതിലുള്ള വിരോധം കാരണം പ്രതി ബാസിത്തിനെ തടഞ്ഞു നിർത്തുകയും കുത്തി പരിക്കേൽപ്പിക്കുകയുമായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു. ഉടൻ തന്നെ യുവാവിനെ കാസർഗോഡ് ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലും പിന്നീട് കേർവൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി മംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. അക്രമ സംഭവമുണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ മീപ്പുകുരിയിലും പരിസരങ്ങളിലും പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് മഞ്ചേശ്വരം ബായാർ പദവിലെ ടിപ്പർ ലോറി ഡ്രൈവർ മുഹമ്മദ് ആസിഫിന്റെ ദുരൂഹ മരണം സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായി ഫോറൻസിക് സർജൻ കായർകട്ടയിൽ സന്ദർശനം നടത്തി. മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത പരിയാരം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജൻ ഡോക്ടർ ശ്രീകാന്താണ് വ്യാഴാഴ്ച രാവിലെ 9:30 കായർകട്ടയിലെത്തിയത്. മുഹമ്മദ് ആസിഫിന്റെ ദുരൂഹ മരണത്തിൽ നിലവിൽ ക്രൈംബ്രാഞ്ചാണ് അന്വേഷണം നടത്തുന്നത്. ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP T ഉത്തംദാസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. ഇദ്ദേഹത്തിന്റെ അപേക്ഷ പ്രകാരമാണ് ഫോറൻസിക് സർജൻ കയർകട്ടയിലെത്തിയത്. മുഹമ്മദ് ആസിഫിനെ അവശനിലയിൽ കാണപ്പെട്ട സ്ഥലം സർജൻ വിശദമായി പരിശോധിച്ചു. ഇവിടെ നിന്ന് നിർത്തിയിട്ട ലോറിയിലേക്കുള്ള ദൂരവും പരിശോധിച്ചു. ലോറിക്കകത്തും പരിശോധന നടത്തി. കൂടുതൽ കാര്യം അറിയിക്കാനായി അന്വേഷണ ഉദ്യോഗസ്ഥനോട് വെള്ളിയാഴ്ച പരിയാരത്തേക്ക് എത്താൻ ആവശ്യപ്പെട്ടാണ് ഫോറൻസിക് സർജൻ മടങ്ങിയത്. ജനുവരി 15-ന് രാത്രിയിലാണ് മുഹമ്മദ് ആസിഫിനെ കായർകട്ടയിൽ അവശനിലയിൽ കാണപ്പെട്ടത്. മരണത്തിൽ സംശയം ഉയർന്നതിനെ തുടർന്നാണ് കൂടുതൽ അന്വേഷണം വേണമെന്ന ആവശ്യം ഉയർന്നതും കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് വിട്ടതും.
പരിയാരത്ത് നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ ഇടുപ്പെല്ല് തകർന്നാണ് മരണകാരണമെന്ന് വ്യക്തമായിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് പരിശോധിക്കുന്നതിനാണ് പോലീസ് സർജൻ സംഭവസ്ഥലം നേരിട്ട് സന്ദർശിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KP കുഞ്ഞിക്കണ്ണൻ അനുസ്മരണ സമ്മേളനം 25-ന് കാഞ്ഞങ്ങാട് കൊവ്വൽപ്പള്ളിയിൽ നടക്കും. KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെയും പ്രവർത്തകരുടെയും ആദരവ് അർപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുന്നതെന്നും ഇതോടൊപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായുള്ള പ്രത്യേക പ്രവർത്തക കൺവെൻഷൻ നടക്കുമെന്നും DCC പ്രസിഡന്റ് PK ഫൈസൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30-നാണ് കാഞ്ഞങ്ങാട് കൊവ്വൽപ്പള്ളി KP കുഞ്ഞിക്കണ്ണൻ നഗറിൽ അനുസ്മരണ സമ്മേളനം നടക്കുക. AICC സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പരിപാടി ഉദ്ഘാടനം ചെയ്യും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP അനുസ്മരണ പ്രഭാഷണം നടത്തും. KPCC വൈസ് പ്രസിഡന്റ് TN പ്രതാപൻ, KPCC സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് M ലിജു, ജില്ലയുടെ ചുമതല വഹിക്കുന്ന KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ എന്നിവരും മറ്റ് നേതാക്കളും പരിപാടിയിൽ സംബന്ധിക്കും. ഇതോടൊപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായുള്ള പ്രത്യേക പ്രവർത്തക കൺവെൻഷൻ നടക്കുമെന്നും ജനുവരി 30-ന് മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ ജില്ലയിലെ മുനിസിപ്പൽ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലെ തെരഞ്ഞെടുത്ത ഓരോ വാർഡുകളിലും മഹാത്മാ കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിക്കുമെന്നും PK ഫൈസൽ കൂട്ടിച്ചേർത്തു. ശ്രീ KP കുഞ്ഞിക്കണ്ണൻ അനുസ്മരണ സമ്മേളനം ഈ മാസം 25-ാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30-ന് കൊവ്വൽപ്പള്ളി KP കുഞ്ഞിക്കണ്ണൻ നഗറിൽ AICCയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ MP അനുസ്മരണ പ്രഭാഷണം നടത്തും. DCC പ്രസിഡന്റ് PK ഫൈസലിനെ കൂടാതെ DCC ജനറൽ സെക്രട്ടറിമാരായ MC പ്രഭാകരൻ, അഡ്വക്കേറ്റ് PV സുരേഷ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. റോട്ടറി ഡിസ്ട്രിക്ട് സമാഗമൻ 2025 24, 25, 26 തീയതികളിൽ കാഞ്ഞങ്ങാട് പലേഡിയം കൺവെൻഷൻ സെന്ററിൽ നടക്കും. കാസർഗോഡ് റോട്ടറി ക്ലബ്ബ് ആതിഥേയത്വം വഹിക്കുന്ന പരിപാടിയിൽ കണ്ണൂർ നോർത്ത് മേഖലയിലെ 12 ക്ലബ്ബുകളും സഹ ആതിഥേയരായിരിക്കുമെന്നും റോട്ടറി ഇന്റർനാഷണൽ ഡയറക്ടർ PN രാജു സുബ്രഹ്മണ്യൻ സമാഗമം ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സേവന സന്നദ്ധരായ 86 ക്ലബ്ബുകളുടെ കുടുംബസംഗമം സമാഗമം 2025 എന്ന പേരിൽ 24, 25, 26 തീയതികളിൽ നടക്കും. കാഞ്ഞങ്ങാട് പലേഡിയം കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പരിപാടി റോട്ടറി ഇന്റർനാഷണൽ ഡയറക്ടർ PN രാജു സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കാസർഗോഡ് റോട്ടറി ക്ലബ്ബ് ആതിഥേയത്വം വഹിക്കുന്ന പരിപാടിയിൽ കണ്ണൂർ നോർത്ത് മേഖലയിലെ 12 ക്ലബ്ബുകളും സഹ ആതിഥേയത്വം വഹിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഈ 82 റോട്ടറി ക്ലബ്ബുകളിലുള്ള റോട്ടറി കുടുംബാംഗങ്ങളുടെ ഒരു കോൺഫറൻസാണ് കാസർഗോഡ് റോട്ടറി ക്ലബ്ബ് ആതിഥേയത്വം വഹിച്ചുകൊണ്ട് കാഞ്ഞങ്ങാട് പലേഡിയം ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്റർ ജനുവരി 25, 26 തീയതികൾ ശനി ഞായർ ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു കോൺഫറൻസ് ഈവ് ജനുവരി 24-ാം തീയതി വൈകിട്ട് ബേക്കൽ ക്ലബ്ബിൽ വെച്ചൊരു കോൺഫറൻസ് ഈവ് ഉണ്ട്. ജനുവരി 25-ാം തീയതി രാവിലെ 10 മണിക്ക് റോട്ടറി ഇൻ്റർനാഷണലിൻ്റെ ഡയറക്ടർ റൊട്ടേറിയൻ TN സുബ്രഹ്മണ്യം അദ്ദേഹമാണ് കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ കോൺഫറൻസിൽ റോട്ടറി ഇൻ്റർനാഷണൽ പ്രസിഡൻറ്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ശശി ശർമ്മ പങ്കെടുക്കും. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സന്തോഷ് ശ്രീധർ, ചെയർമാൻ MT ദിനേശ്, പ്രസിഡന്റ് ഡോക്ടർ B നാരായണ നായിക്, സെക്രട്ടറി MK രാധാകൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി ഗോകുൽ ചന്ദ്രബാബു, ട്രഷറർ CA വിശാൽ കുമാർ M തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 6 ദിവസങ്ങളിലായി തൃക്കരിപ്പൂർ നടക്കാവിന് നാടകരാവുകൾ സമ്മാനിച്ച സംഗീത നാടക അക്കാദമി ഉത്തരമേഖല അമേച്ചർ നാടക മത്സരം സമാപിച്ചു. കണ്ണൂർ വിളയാങ്കോട് പെരിയാട്ട് സംഗമം കലാഭവൻ അവതരിപ്പിച്ച പെരടിയിലെ രാപ്പകലുകൾ, മാഹി നാടകപ്പുര അവതരിപ്പിച്ച ഒരു പലസ്തീൻ കോമാളി എന്നീ 2 നാടകങ്ങൾ തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന അമേച്ചർ നാടക മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായി തെരഞ്ഞെടുക്കപ്പെട്ടു.
നടക്കാവ് നെരൂദ തിയേറ്റേഴ്സിൻ്റെ സഹകരണത്തോടെ കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ച ഉത്തരമേഖല അമേച്വർ നാടക മത്സരം സമാപിച്ചു. മത്സര നാടകങ്ങൾ കാണുന്നതിനായി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുൾപ്പെടെ നൂറുകണക്കിന് നാടക പ്രവർത്തകരും നാടകാസ്വാദകരും നടക്കാവിലെ തുറന്ന അരങ്ങിലെത്തി. പ്രദീപ് മണ്ടൂർ രചനയും പ്രേമൻ മുജുകുന്ന് സംവിധാനവും നിർവഹിച്ച നാടകമാണ് പെരടിയിലെ രാപ്പകലുകൾ. ഗിരീഷ് ഗ്രാമികയുടെ രചനയിലും സംവിധാനത്തിലുമാണ് ഒരു പലസ്തീൻ കോമാളി അരങ്ങിലെത്തിയത്. നാടക ദീപ സംവിധായകൻ ഗോപിനാഥ് കോഴിക്കോട്, നാടക സിനിമ അഭിനേതാക്കളായ ബാബു അന്നൂർ, സന്തോഷ് കീഴാറ്റൂർ എന്നിവർ ഉൾപ്പെടുന്ന ജൂറിയാണ് വിധി നിർണയം നടത്തിയത്. കേരളത്തിലെ 3 മേഖലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന 6 നാടകങ്ങൾ ഉൾപ്പെടുത്തി സംസ്ഥാന അമേച്വർ നാടക മത്സരം ഫെബ്രുവരി 16 മുതൽ 21 വരെ തൃശ്ശൂരിൽ അക്കാദമി ക്യാമ്പസിലാണ് നടക്കുക. പഴയ നാടകങ്ങൾ റീഡിംഗ് തിയേറ്ററുകളിലൂടെ പുതിയ കാലത്ത് വീണ്ടും അവതരിപ്പിക്കുവാൻ കഴിയേണ്ടതുണ്ടെന്ന് സിനിമാ നടനും സംഗീത നാടക അക്കാദമി അംഗവുമായ സന്തോഷ് കീഴാറ്റൂർ അഭിപ്രായപ്പെട്ടു. കേരള സംഗീത നാടക അക്കാദമി നടക്കാവിൽ സംഘടിപ്പിച്ച ഉത്തരമേഖല അമേച്വർ നാടക മത്സരത്തിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനകീയ കലകളെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരുടെ എല്ലാം ഉന്നമനത്തിന് വേണ്ടി കൂടി അക്കാദമി പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പക്ഷെ എപ്പോഴും കൂടുതൽ പ്രാമുഖ്യം കിട്ടുന്നതും കൂടുതൽ ജനങ്ങൾ നാടക മേഖലയ്ക്ക് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തീർച്ചയായും നമ്മുടെ ആ പഴയ കാലത്തെ നാടക അനുഭവങ്ങളെ ആ കൂട്ടിച്ചേർക്കാൻ നമ്മുടെ ഒരു ഗ്രാമീണ തിയേറ്റർ എല്ലാ മനുഷ്യന്മാരും വന്ന് ഇരിക്കുന്നു, നാടകം കാണുന്നു, ആയിരക്കണക്കിന് പേർ വന്ന് നാടകം കാണുന്നു. ഇത് പുതിയ കാലത്തും കൂടി നമ്മുടെ പുതിയ തലമുറയടക്കം നമുക്ക് ആകർഷിക്കുന്ന രീതിയിൽ നമുക്ക് നാടകങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. സംഘാടക സമിതി ചെയർമാൻ ഉദിനൂർ ബാലഗോപാലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സിനിമാ നടൻ പി കുഞ്ഞികൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. സംഗീത നാടക അക്കാദമി പ്രോഗ്രാം ഓഫീസർ VK അനിൽകുമാർ, P സനൽ, NK ജയദീപ്, K രമണി, K ഷാജി എന്നിവർ സംസാരിച്ചു. സമാപന ദിവസം തൃശൂർ അമ്മ കലാക്ഷേത്രയുടെ മലമകൻ നാടകം അരങ്ങേറി. നാടക മത്സരത്തിൽ അവതരിപ്പിക്കപ്പെട്ട മുഴുവൻ നാടകങ്ങളെക്കുറിച്ചും ആസ്വാദകരുടെ നേതൃത്വത്തിൽ നാടക ചർച്ചയും നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുട്ടികൾക്ക് വിട്ടുമാറാത്ത ചൊറിച്ചിൽ, പിന്നിൽ വൈറസാണെന്ന് അഭ്യൂഹം പരന്നതോടെ ആശങ്ക. അവസാനം ആരോഗ്യവകുപ്പ് അധികൃതരെത്തി വില്ലനെ കണ്ടെത്തിയപ്പോഴോ ഞെട്ടലും. മഞ്ചേശ്വരം SAT സ്കൂളിലാണ് കുട്ടികളെയും അധ്യാപകരെയും പരിഭ്രാന്തിയിലാക്കിയ സംഭവങ്ങളുണ്ടായത്. മഞ്ചേശ്വരം SAT സ്കൂളിൽ ആദ്യം 1-2 കുട്ടികൾക്കാണ് ശരീരത്തിൽ ചൊറിച്ചിൽ അനുഭവപ്പെട്ടത്. പിന്നീടാകട്ടെ മറ്റ് കുട്ടികളിലും ചൊറിച്ചിൽ തുടങ്ങി. എന്താണ് സംഭവമെന്ന് സ്കൂൾ അധികൃതർക്ക് മനസ്സിലായതുമില്ല. ഇതിനിടെ വൈറസാണ് ചൊറിച്ചിലിന് പിന്നിലെന്ന അഭ്യൂഹവും പരന്നു. ആശങ്കയെ തുടർന്ന് ചില ക്ലാസുകൾക്ക് സ്കൂൾ അധികൃതർ അവധി നൽകുകയും ചെയ്തു. തിങ്കളാഴ്ച മുതൽ കുട്ടികളിൽ കണ്ട ചൊറിച്ചിൽ വ്യാഴാഴ്ചയും മറ്റു കുട്ടികളിൽ കണ്ടതോടെ ജാഗരൂകരായ രക്ഷിതാക്കൾ വിവരം ആരോഗ്യവകുപ്പിൽ അറിയിച്ചു. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സ്കൂളിലെത്തുകയും വിശദമായി നടത്തിയ പരിശോധനയിൽ കുട്ടികളിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന വില്ലന്മാരെ കണ്ടെത്തുകയും ചെയ്തു. വൈറസൊന്നുമായിരുന്നില്ല അത്. സ്കൂളിലെ നെല്ലിക്കാമരത്തിലെ കമ്പിളിപ്പുഴുക്കളായിരുന്നു ഈ വില്ലന്മാർ. 1-2 നെല്ലിക്കാമരത്തിലെ ശാഖയിലും പരിസരത്തുമായി 100 കണക്കിന് കമ്പിളിപ്പുഴുക്കളെയാണ് കണ്ടെത്തിയത്. ഇതുകൂടാതെ സ്കൂളിലെ മറ്റിടങ്ങളിൽ നിന്നുമായും അസംഖ്യം കമ്പിളിപ്പുഴുക്കളെ കണ്ടെത്തി. തങ്ങളെ ആശങ്കയിലാഴ്ത്തിയത് കമ്പിളിപ്പുഴുക്കളാണെന്നറിഞ്ഞപ്പോൾ കുട്ടികളും അധ്യാപകരും ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പിന്നീടത് ചൊറിച്ചിലിന് പിന്നിലെ കാരണം കണ്ടെത്തുവാനായല്ലോ എന്ന ആശ്വാസത്തിലേക്ക് വഴിമാറി. വിവരമറിയിച്ചതിനെ തുടർന്ന് കൃഷിവകുപ്പ് ഓഫീസർ രാധാകൃഷ്ണൻ സ്ഥലത്തെത്തുകയും കമ്പിളിപ്പുഴുക്കളെ വർക്കാടി ശാസ്ത്രകേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി നിരീക്ഷിക്കുകയും ചെയ്തു. ഇവ അപകടകാരികളല്ലെന്ന് വ്യക്തമാക്കിയ കൃഷിവകുപ്പ് ഓഫീസർ സ്കൂൾ പരിസരത്ത് കീടനാശിനികൾ ഉപയോഗിച്ച് മരങ്ങളും മണ്ണും ശുദ്ധീകരിക്കണമെന്നും നിർദ്ദേശിച്ചു. താഴേക്ക് വീണതിന് നിങ്ങൾ മാച്ചിലടിച്ചിട്ട് കത്തിക്കണം. പെട്ടെന്ന് ചാവൂലേ? അങ്ങനെ ചാവണമെങ്കിൽ കുറച്ചും കൂടി വിഷമുള്ള കെമിക്കൽ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് അതിനേക്കാളും നല്ലത് നമുക്ക് ഈ സിന്തറ്റിക് പൈലത്രോയിഡ് ഒന്ന് കൊടുത്തിട്ട് താഴേക്ക് വീഴുന്നതിനെ പിന്നെ മാച്ചിലടിച്ചിട്ട് ചെയ്യും. പിള്ളേരപ്പോൾ 4 മണിക്ക് സ്കൂൾ വിടൂലേ? 4 മണിക്ക് ശേഷം ഈ സിന്തറ്റിക് പൈലത്രോയിഡ്. കമ്പിളിപ്പുഴുക്കളെ ഒഴിവാക്കുവാൻ ശുദ്ധീകരണ നടപടികൾ ഉടൻ ആരംഭിക്കുവാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്കൂൾ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഞായറാഴ്ച ക്ലോറോഫൈറിസസ് അല്ലെങ്കിൽ നുവാൻ കീടനാശിനി സ്പ്രേ ചെയ്തായിരിക്കും പുഴുക്കളെ തുരത്തുക. ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ ആരോഗ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാനായി
മുൻകരുതൽ നടപടിയായി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷവും വെള്ളിയാഴ്ചയും സ്കൂളിന് അവധി നൽകി. ഇതിനിടെ വിഷയം സ്കൂൾ അധികൃതർ ഗൗരവമായി കണ്ടില്ലെന്നാരോപിച്ച് രക്ഷിതാക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. യഥാസമയം ആരോഗ്യവകുപ്പിനെ വിവരമറിയിച്ചിരുന്നുവെങ്കിൽ സ്ഥിതി ഇത്ര സങ്കീർണമാകുമായിരുന്നില്ലെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം രാവണീശ്വരം പൊടിപ്പള്ളത്തൊരുക്കിയ കുടിൽ ശ്രദ്ധേയമാകുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പിറവിയെടുത്ത കാലത്തെ അനുസ്മരിപ്പിക്കും വിധം അതിമനോഹരമായാണ് പ്രചാരണ കുടിൽ ഒരുക്കിയത്. ജീവൻ തുളുമ്പുന്ന കുടിലിലെ പ്രതീകാത്മക ദൃശ്യങ്ങൾ ആരെയും ആകർഷിക്കുന്നതാണ്. CPIM 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഓരോ ഇടങ്ങളിലും വൈവിധ്യമാർന്ന പ്രചാരണ പരിപാടികളാണ് നടന്നുവരുന്നത്. ഇത്തരം പ്രചാരണങ്ങളിൽ നിന്നെല്ലാം വേറിട്ടതാണ് രാവണീശ്വരം പൊടിപ്പളം ബ്രാഞ്ച് ഒരുക്കിയ പ്രചാരണ കുടിൽ. കൂലിയും ഭക്ഷണവും ചോദിക്കുന്നവർ കമ്മ്യൂണിസ്റ്റുകാരാണെന്നും അവർ അപകടകാരികളാണെന്നും വിധിയെഴുതിയ ജന്മി നാടുവാഴി തമ്പ്രാക്കന്മാരുടെ ജൽപ്പനങ്ങൾക്കെതിരെ അടിച്ചമർത്തപ്പെട്ടവരുടെ മുന്നണി പോരാളിയായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പിറവിയെടുത്ത കാലത്തെ അനുസ്മരിപ്പിക്കും വിധമാണ് കുടിൽ ഒരുക്കിയിരിക്കുന്നത്. ജീവൻ തുളുമ്പുന്ന കുടിലിലെ പ്രതീകാത്മക ദൃശ്യങ്ങൾ ആരെയും ആകർഷിക്കുന്നതാണ്. പ്രശസ്ത ആർട്ടിസ്റ്റ് VV പ്രമോദിന്റെ നേതൃത്വത്തിലാണ് മനോഹരമായ പ്രചാരണ കുടിൽ ഒരുക്കിയത്. CPM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി K രാജ്മോഹൻ പ്രചാരണ കുടിലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗം PA ശകുന്തള അധ്യക്ഷത വഹിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി M സുരേഷ് സ്വാഗതം പറഞ്ഞു. രാവണീശ്വരം ലോക്കൽ സെക്രട്ടറി K രാജേന്ദ്രൻ, ഏരിയ കമ്മിറ്റി അംഗം K സബീഷ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ T ശശിധരൻ, K ശശി, O മോഹനൻ, V നാരായണൻ, MG പുഷ്പ, രാവണീശ്വരം ബ്രാഞ്ച് സെക്രട്ടറി TV സുകുമാരൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ കൈത്താങ്ങായി 13 വർഷം പിന്നിടുന്ന ചെറുവത്തൂർ യൂണിറ്റി കൈതക്കാട് നോ പാലിയേറ്റീവ് ചാരിറ്റബിൾ ട്രസ്റ്റ് നേതൃത്വത്തിൽ പുതുവർഷത്തിൽ രോഗി ബന്ധു സംഗമം നടത്തും. വീടുകളിലെ അകത്തളങ്ങളിൽ കഴിയുന്ന പാലിയേറ്റീവ് രോഗികളെയും അവരുടെ സഹായികളെയും പങ്കെടുപ്പിച്ച് കൈതക്കാട് ഷറഫ് കോളേജ് അങ്കണത്തിൽ ജനുവരി 25-ന് ശനിയാഴ്ച പകൽ മുഴുവൻ നീളുന്നതാണ് സംഗമം. പുതുതലമുറയ്ക്ക് മാതൃകയായി യൂണിറ്റി കൈതക്കാട് ക്ലബിലെ യുവജനങ്ങൾ മുഖ്യ നേതൃത്വം വഹിച്ചാണ് രോഗി ബന്ധു സംഗമം നടത്തുന്നത്. ചെറുവത്തൂരിലെയും പരിസരത്തെ 5 തദ്ദേശ സ്ഥാപന പരിധിയിലെയും 150 കിടപ്പ് രോഗികൾ ഉൾപ്പെടെ 800-ൽ പരം പേർ സംഗമത്തിൽ പങ്കെടുക്കും. ഇഷ്ടമുള്ളത് പറയുവാനും രുചിയേറിയത് കഴിക്കുവാനും സഹജീവികളുമായി സൗഹൃദം പങ്കുവയ്ക്കുവാനുമായി സൗകര്യമൊരുക്കിയതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നോവ് പാലിയേറ്റീവ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആഴ്ചയിൽ 2 തവണ ഹോം കെയർ നൽകുന്നതിന് 30 വനിതാ വളണ്ടിയർമാരാണ് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. ജനുവരി 25-ന് രാവിലെ 9:30-ന് നടക്കുന്ന രോഗി ബന്ധു സംഗമത്തിൽ ജില്ലാ പോലീസ് മേധാവി D ശില്പ, കാഞ്ഞങ്ങാട് DYSP ബാബു പെരിങ്ങോത്ത്, ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള, പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ അമർഷാൻ തലശ്ശേരി തുടങ്ങിയവർ പങ്കെടുക്കും. പങ്കെടുക്കുന്ന രോഗികൾക്കെല്ലാം സമ്മാനങ്ങൾ നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. നോ പാലിയേറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും അത്യുന്നതമായ ഒരു മേഖലയിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 4 പഞ്ചായത്തിൽ കിടപ്പ് രോഗികളും അതുപോലെ തന്നെ ചികിത്സാ ആവശ്യകരണം സാന്ത്വനം എന്നുള്ള മേഖലയിൽ അവർക്ക് ആവശ്യപ്പെട്ട എക്യുപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു സംഘടനയാണ് നോ പാലിയേറ്റീവ്. നൗഷാദിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഈ നോവ് എന്നുള്ള 3 അക്ഷരത്തിൽ തുടങ്ങിയ ഈ പാലിയേറ്റീവ് 8-9 വർഷമായിട്ട് ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. EK മജീദ് മാസ്റ്റർ, TKC അബ്ദുൽ ഖാദർ ഹാജി, VK റിയാസ്, TKC ജാബിർ, VK അസീസ്, EK മുഹമ്മദ് അസ്ലം, SV കരീം ഹാജി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കുമ്പള ഇമാം ഷാഫി അക്കാദമിയിൽ വാർഷിക ആത്മീയ സംഗമങ്ങൾക്ക് തുടക്കമായി. സ്വാഗത സംഘം ചെയർമാൻ മീപ്പിരി ഷാഫി ഹാജി പതാക ഉയർത്തി. കുമ്പള ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമി വാർഷിക ആത്മീയ സംഗമങ്ങൾക്ക് സ്വാഗത സംഘം ചെയർമാൻ മീപ്പിരി ഷാഫി ഹാജി പതാക ഉയർത്തിയതോടെ തുടക്കമായി. സിയാറത്തിന് സമസ്ത കേന്ദ്ര മുഷാവറ അംഗം BK അബ്ദുൽ ഖാദിർ അൽ കാസിമി ബംബ്രാണ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന ഖത്മുൽ ഖുർആൻ പാരായണത്തിന് സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ അൽ പുഖാരി കുന്നുങ്കൈ നേതൃത്വം നൽകി. പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ ഒരുക്കിയ ത്രെഡ് ആർട്ട് എക്സ്പോ അറബി ഹാജി കുമ്പള ഉദ്ഘാടനം ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം ഹോം കമ്മിങ് എന്ന പേരിൽ സ്ഥാപനത്തിൽ നിന്നും പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സംഗമം നടന്നു. രാത്രി 7 മണിക്ക് KS സയ്യിദ് അലി തങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് മജ്ലിസുൻ നൂറും ഇഷ്ക് മജ്ലിസും നടക്കും.
KL അബ്ദുൽ ഖാദിർ അൽ കാസിമി, MM ഇസുദ്ദീൻ ഹാജി, അബ്ദുല്ല കുഞ്ഞി ഹാജി, ഗഫൂർ ഏരിയാൽ, ഡോക്ടർ ഫസൽ റഹ്മാൻ, അബൂബക്കർ സാലൂദ് നിസാമി, അഷ്റഫ് റഹ്മാനി ചൗക്കി, മൂസ ഹാജി കോഹിന്നൂർ, സുബൈർ നിസാമി, ഹമീദ് ഹാജി പറപ്പാടി, മൂസ നിസാമി, SP സ്വലാഹുദ്ദീൻ, അലി ദാരിമി, മൂസ സയ്യിദി, ഷറഫുദ്ദീൻ ഫൈസി, ഹമീദ് സ്പിക്, മൻസൂർ അഷാഫി, കണ്ടത്തിൽ മുഹമ്മദ് ഹാജി, ഇസ്മായിൽ ഹാജി കടവത്ത്, അബ്ദുൽ റഹ്മാൻ ഹൈത്തമി, കണ്ണൂർ അബ്ദുല്ല മാസ്റ്റർ, കാസിം ഫൈസി സീതാങ്കോളി, മുഹമ്മദ് മുസ്ലിയാർ മടവൂർ, ബദ്രുൽ മുനീർ അഷാഫി, സാജിദ് ഹനീഫി, മുഹമ്മദ് കുഞ്ഞി ഹാജി പേരാൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ധൻരാജ്, ന്യൂസ് ബ്യൂറോ, ഉപ്പള. പാഴ്വസ്തുക്കൾ കൊണ്ട് നിർമ്മല തീർക്കുന്ന കരകൗശല ലോകം ആരെയും അമ്പരപ്പിക്കുന്നതാണ്. ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിയുന്ന വസ്തുക്കളെ അമൂല്യമായ സമ്മാനങ്ങളാക്കുന്ന ഈ കരവിരുത് അവർ സ്വയം സ്വായത്തമാക്കിയതും. ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങളെല്ലാം വെച്ച് ക്രാഫ്റ്റ് മാജിക് എന്ന പേരിൽ 27-ന് പ്രദർശനമേള നടത്തുവാനുള്ള ഒരുക്കങ്ങളിലാണ് നിർമ്മല ഉപേന്ദ്രന്റെ നെല്ലിക്കുന്നിലെ വസതി, സുശീല ജീവനിലെ ഓരോ മുറിയും പാഴ്വസ്തുക്കളിൽ കരവിരുത് കോർത്തൊരുക്കിയ കരകൗശല ശില്പങ്ങളാൽ മനോഹരമാണ്. കായ്ഫലങ്ങൾ തൂങ്ങുന്ന ചെടിയും പക്ഷികൾ ചേക്കേറിയ പൂമരങ്ങളും ഉൾപ്പെടെ പുനരാവിഷ്കരിച്ച പൂന്തോട്ടമാണ് ഈ 78-കാരിയുടെ ഭവനം. കാൽനൂറ്റാണ്ട് കാലം കാസർഗോഡ് മഹിളാ സമാജം പ്രസിഡന്റായിരുന്ന നിർമ്മല ഉപേന്ദ്രൻ കോവിഡ് കാലത്ത് തുടങ്ങിയതാണ് ഈ ഹോബി. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരിക്കെ നേടിയ എംബ്രോയിഡറി പരിശീലനം ഇക്കാര്യത്തിൽ മുതൽക്കൂട്ടായി. പിസ്തയുടെയും മുട്ടയുടെയും തോട് വെറുതെ കളയാനുള്ളതല്ല. പാഴ്ത്തുണിയും കടലാസും കുപ്പിയും പാഴാക്കരുത്. ആവശ്യം കഴിഞ്ഞ പ്ലാസ്റ്റിക് കവറും പാളയും ഉണങ്ങാത്ത ഇലയും വിവാഹ ക്ഷണക്കത്ത് പോലും അമൂല്യമായ സ്നേഹ സമ്മാനങ്ങളായി മാറ്റാം. മയിൽ, ശംഖ്, മനുഷ്യരൂപം, ഈന്തപ്പന, കാതറിൻ റോസ്, സൂര്യകാന്തി പൂവ്, വിവിധ പൂക്കൾ, മണിമുത്തുകൾ തുന്നിപ്പിടിപ്പിച്ച ഫ്രെയിം, സൈക്കിൾ, ഘടികാരം, എരിഞ്ഞിമരം തുടങ്ങി ഒട്ടേറെ നിർമ്മിതികളുണ്ട്. വീട്ടിൽ കൊണ്ടുവരുന്ന കടലാസ്, പിസ്ത ഉൾപ്പെടെയുള്ളവയുടെ തോട്, മുട്ടത്തോട്, കക്ക, കുപ്പി, തെർമോക്കോൾ, ചകിരിനാര്, പ്ലാവില, ചകിരിച്ചോറ് തുടങ്ങിയവയെല്ലാം നിർമ്മിതിക്കാവശ്യമായ സാമഗ്രികളായി മാറും. ഇതെല്ലാം ഒട്ടിച്ചു വയ്ക്കുന്നതും ഉചിതമായ നിറം ബ്രഷ് ചെയ്യുന്നതുമെല്ലാം നിർമ്മല തന്നെ. ക്രാഫ്റ്റ് ചെറുതിൽ തന്നെ വലിയൊരു അതിനോട് ഒരു ഇഷ്ടം എനിക്ക്. എന്തെങ്കിലും കിട്ടിയെങ്കിൽ എന്തെങ്കിലും ചെയ്യണോ എന്നുള്ളൊരു ആ ഒരു വാസന അപ്പോഴേ ചെറുതിൽ തന്നെ ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ പിന്നെ പഠിത്തമെല്ലാം കഴിഞ്ഞപ്പോൾ അങ്ങനെ തന്നെ ആയി കുട്ടികളെല്ലാം. പിന്നെ കോവിഡ് വന്നതിൻ്റെ ശേഷം എവിടെയും പുറത്തിറങ്ങാൻ പറ്റാത്ത വീട്ടിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ ബോറടിക്കുന്നത്. എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന സാധനം എന്തൊക്കെയുണ്ട്. പിന്നെ ഞാൻ തയ്ച്ചുകൊണ്ടുണ്ടതുകൊണ്ട് അതിൻ്റെ പീസൊക്കെ ഒരുപാട് കാർപ്പറ്റ് തയ്ച്ചു. കാർപ്പറ്റൊന്നും വാങ്ങലില്ല, മോക്കായാലും എനിക്കായാലും. പിന്നെ അഞ്ചത്തിമാർക്ക് അവർക്കൊക്കെ കൊടുക്കും വീട്ടിലിടാൻ കാർപ്പറ്റ്. അതൊക്കെ ചെയ്യും. ഇപ്പോൾ പിന്നെ ഉല്ലൻ്റെ വർക്ക് അറിയുന്നതുകൊണ്ട് ഉല്ലൻ്റെ ഷാളെല്ലാം ചെയ്ത് അതിന് ബാലൻസ് എന്തെങ്കിലും കിട്ടും, അതിലെന്തെങ്കിലും ചെയ്യും. അതുപോലെ ഇപ്പോൾ പിന്നെ ഈ അടുത്ത് കുട്ടികളുള്ളതുകൊണ്ട് അവർ പിഷ്ടാഷ്ട തിന്നുമ്പോൾ ഞാൻ പറയും അത് കുരുവെല്ലാം അമ്മമ്മക്ക് കൊണ്ടു തരണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സാധനം കൊണ്ടുതരും. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് എനിക്ക് ആകുന്ന രീതിയിൽ അതൊന്ന് ഒട്ടിച്ചിട്ട് അത് ചെയ്യുന്നത്. ഫോട്ടോ എല്ലാം ചെയ്യും. പ്രിയപ്പെട്ടവർക്ക് സ്നേഹ സമ്മാനങ്ങളായി നൽകാൻ ഉതകുന്നതും സ്വയം തൊഴിലെന്ന നിലയിൽ ആർക്കും ഉപയോഗപ്പെടുത്താവുന്നതുമാണ് ഈ ശീലം. ഉണ്ടാക്കിയ ശില്പങ്ങളെല്ലാം വെച്ച് കുടുംബശ്രീ നേതൃത്വത്തിൽ ആദിലക്ഷ്മി ക്രാഫ്റ്റ് മാജിക് എന്ന പേരിൽ 27-ന് നെല്ലിക്കുന്ന് റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം പ്രദർശനമേള നടത്തുന്നുണ്ടെന്ന് നിർമ്മല പറഞ്ഞു. പ്രദർശിപ്പിക്കണം. 4 പേരെ അറിഞ്ഞിട്ട് കുറച്ച് കുട്ടികളെ എനിക്ക് പഠിപ്പിക്കാൻ കിട്ടിയിട്ട് അവർക്കൊരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ഞാൻ കുടുംബശ്രീയിൽ ഞാനുണ്ട്, കുറേ വർഷമായി കുടുംബശ്രീയിൽ. അപ്പോൾ അങ്ങനെ ഞാൻ കുടുംബശ്രീ ചെയർപേഴ്സണിനെ കണ്ടു. അവരോട് അപ്പോൾ ഞാൻ കുറച്ച് എടുത്ത ഫോട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് അവർക്ക് കാണിച്ചു. അപ്പോൾ ഭയങ്കര ഇഷ്ടം. ഞാൻ പറഞ്ഞു 90% ഇതിലെല്ലാം ഉണ്ടാക്കിയത് പാഴ്വസ്തുവിൽ. അപ്പോൾ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങും നിങ്ങൾ ഏതായാലും ഇത്രയൊക്കെ അറിയുന്നതുകൊണ്ട് വെറുതെ ഇരിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരും കൂടി പ്രോത്സാഹിച്ചു തന്നെ. അതുകൊണ്ട് അപ്പോൾ തന്നെ ഞാൻ അവിടെ രജിസ്റ്റർ ചെയ്തു, കുടുംബശ്രീൻ്റെ രജിസ്റ്റർ ചെയ്തു. അങ്ങനെയാണ് ഞാനിത്. അപ്പോൾ പിന്നെ ഇത് ഒരു മാസം മുമ്പേ പോയത്. പിന്നെ ഒരു മാസം ആകുമ്പോൾ അതിന് ശേഷം അവർ പറയാൻ നടന്നു ചെയർമാൻ്റെ ഡേറ്റൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയാണ് എനിക്ക് 27-ാം തീയതി ഡേറ്റ് തന്നത്. താലൂക്ക് സപ്ലൈ ഓഫീസറായിരുന്ന പരേതനായ KT ഉപേന്ദ്രന്റെ പത്നിയാണ് നിർമ്മല. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള മറാത്തി സംരക്ഷണ സമിതി കുമ്പടാജി ശാഖയുടെ ആഭിമുഖ്യത്തിൽ ഗെയിംസ് 2025 എന്ന പേരിൽ വിനോദ പരിപാടികൾ സംഘടിപ്പിച്ചു. യശോദ ഗാഡിഗുഡെ ഉദ്ഘാടനം ചെയ്തു. കേരള മറാത്തി സംരക്ഷണ സമിതി കുമ്പടാജെ ശാഖയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഗെയിംസ് 2025 വിനോദ പരിപാടികൾ നാടിന് ആവേശമായി. യശോദ ഗാഡിഗുഡെ പരിപാടി ഉദ്ഘാടനം ചെയ്തു. രേവതി മാർപ്പനടുക്ക, അനുഷ പാലേക്കാർ, ലതാകുമാരി, സുഗന്ധി എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് നടന്ന അസംബ്ലി പരിപാടി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ നാരായണ നായിക് അടുക്കസ്ഥല ഉദ്ഘാടനം ചെയ്തു.
KMMS സംസ്ഥാന കമ്മിറ്റി ട്രഷറർ മൈല നായിക്, രാധാകൃഷ്ണ പൈക്ക, വിശ്വനാഥ നായിക്, ഗോപാലകൃഷ്ണ ബദിയടുക്ക, രാമനായിക്, കൃഷ്ണ നായിക് തുടങ്ങിയവർ പങ്കെടുത്തു. ചന്ദ്രശേഖര മാസ്റ്റർ എത്തെടുക്ക സ്വാഗതവും കമല നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരത്ത് നാട്ടുകാരും സുമനസ്സുകളും കൈകോർത്ത് റോഡ് ഒരുക്കിയപ്പോൾ ഒരു പ്രദേശം അനുഭവിക്കുന്ന യാത്രാ ദുരിതത്തിനാണ് പരിഹാരമായത്. 2 കിലോമീറ്റർ നീളത്തിൽ മഞ്ചേശ്വരത്ത് നിന്നും മൊർത്തണയിലേക്കുള്ള റോഡാണ് യാഥാർത്ഥ്യമായത്. പ്രൗഢമായ ചടങ്ങിൽ മഞ്ചേശ്വരം MLA AKM അഷ്റഫ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നാട്ടുകാരും സുമനസ്സുകളും കൈകോർത്ത് 2 കിലോമീറ്റർ നീളത്തിൽ മഞ്ചേശ്വരത്ത് നിന്നും മൊർത്തണയിലേക്കുള്ള റോഡ് യാഥാർത്ഥ്യമാക്കി. ഒരു പ്രദേശം അനുഭവിക്കുന്ന യാത്രാ ദുരിതത്തിനാണ് ഇതോടെ അവസാനമായത്. പുതിയ റോഡ് മഞ്ചേശ്വരത്ത് നിന്നും ചൗക്കി, ബഡാജെ, മീഞ്ച പഞ്ചായത്തിലെ മൊർത്തണ, കടമ്പാർ, കാജൂർ എന്നീ പ്രദേശങ്ങളിലേക്കെത്തുവാൻ ഉപകാരപ്പെടും. പ്രൗഢമായ ചടങ്ങിൽ മഞ്ചേശ്വരം MLA AKM അഷ്റഫ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീന മൊന്തേരോ അധ്യക്ഷത വഹിച്ചു. വാർഡ് അംഗങ്ങളായ യാദവ ബഡാജെ, ജയന്തി, അബ്ദുൽ ഹമീദ്, രാമചന്ദ്ര സുരിബൈലു, കേശവ ബർവത്തായ, ബോച്ച കുലാൽ, യതീഷ് കാജൂർ, കൃഷ്ണ, രമേശ് ഹെഗ്ഡെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. CPM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി അടൂട്ട് സ്ഥാപിച്ച പ്രചരണക്കുടിൽ ജനശ്രദ്ധ ആകർഷിക്കുന്നു. CPM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് K രാജ്മോഹൻ ഉദ്ഘാടനം ചെയ്തു. അടൂട്ട് CPIM 1ഉം 2ഉം ബ്രാഞ്ച് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ പ്രചരണക്കുടിൽ ഏറെ ജനശ്രദ്ധ ആകർഷിക്കുകയാണ്. CPIM 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമാണ് പ്രചരണക്കുടിൽ നിർമ്മിച്ചത്. CPIM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി K രാജ്മോഹൻ ഉദ്ഘാടനം ചെയ്തു. അജാനൂർ ലോക്കൽ സെക്രട്ടറി VV തുളസി അധ്യക്ഷത വഹിച്ചു. K സബീഷ്, AV സഞ്ജയൻ, VV കുഞ്ഞിക്കണ്ണൻ, നിശാന്ത് അടോട്ട്, അജയൻ അടോട്ട്, KV കൃഷ്ണകുമാർ എന്നിവർ നേതൃത്വം നൽകി. മൂലക്കണ്ടം മടിയൻ റോഡിലൂടെ സഞ്ചരിക്കുന്നവർക്കും വാഹനയാത്രക്കാർക്കും പ്രചരണക്കുടിൽ ഏറെ കൗതുകം ജനിപ്പിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുതായി ചുമതലയേറ്റ മത്സ്യത്തൊഴിലാളി സംസ്ഥാന പ്രസിഡന്റ് G ലീലാകൃഷ്ണന് സ്വീകരണം നൽകി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കടലും കായലും കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കാനുള്ള നടപടി അതിശക്തമായി എതിർക്കുമെന്ന് G ലീലാകൃഷ്ണൻ പറഞ്ഞു. അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് അർബൻ സൊസൈറ്റി ഹാളിൽ വെച്ച് പുതുതായി ചുമതല ഏറ്റെടുത്ത മത്സ്യത്തൊഴിലാളി സംസ്ഥാന പ്രസിഡന്റ് G ലീലാകൃഷ്ണന് സ്വീകരണം നൽകി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കടലും കായലും കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കാനുള്ള നടപടി അതിശക്തമായി എതിർക്കുമെന്ന് G ലീലാകൃഷ്ണൻ പറഞ്ഞു. UDF ഗവൺമെന്റ് കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും പിണറായി സർക്കാർ നിഷേധിക്കുകയാണെന്ന് G ലീലാകൃഷ്ണൻ പറഞ്ഞു. യോഗം ജില്ലാ പ്രസിഡന്റ് KK ബാബുവിന്റെ അധ്യക്ഷതയിൽ DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. G ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി R ഗംഗാധരൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ VR വിദ്യാസാഗർ, G നാരായണൻ, മനോഹരൻ K, ബാലകൃഷ്ണൻ K, ശംഭു ബേക്കൽ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് M കുഞ്ഞുകൃഷ്ണൻ, മുൻ നഗരസഭാ ചെയർമാൻ V ഗോപി, കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അശോക് ഹെഗ്ഡെ, H ബാലൻ, B സുരേന്ദ്രൻ, രാജേഷ് കീഴൂർ, രാജേഷ് കാസർഗോഡ്, AV മുരളി, ലക്ഷ്മി ബാലൻ, കവിത എന്നിവർ സംസാരിച്ചു. പ്രതിഭൻ തുരുത്തി സ്വാഗതവും കുഞ്ഞുകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി A പൂക്കുഞ്ഞ് സാഹിബ് കൃഷ്ണൻ കക്കാനത്ത് അനുസ്മരണം സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് A പൂക്കുഞ്ഞ് സാഹിബ് കൃഷ്ണൻ കക്കാനത്ത് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത്. സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ ദേവരാജൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാപ്പു ഹാജി എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രസിഡന്റ് ആസിഫ് CK, ജില്ലാ വൈസ് പ്രസിഡന്റ് ഹംസ പാലക്കി, വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് രേഖ മോഹൻദാസ്, യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ്
കെ സത്യകുമാർ, ഉമേഷ് കാമത്ത്, അബ്ദുൾ ഖാദർ ഹാജി, ഗോകുൽദാസ് കാമത്ത്, സി യൂസഫ് ഹാജി, മുഹമ്മദ് കുഞ്ഞി എന്നിവർ സംസാരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി കെ സജി സ്വാഗതവും സീനിയർ വൈസ് പ്രസിഡന്റ് പി മുസ്തഫ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മംഗൽപാടി മുട്ടം കടപ്പുറത്ത് മത്സ്യബന്ധന തോണിയും എഞ്ചിനും വലയും കത്തി നശിച്ച നിലയിൽ. സംഭവത്തിൽ കുമ്പള പോലീസ് അന്വേഷണം തുടങ്ങി. ബായാർ പദവിലെ ടിപ്പർ ലോറി ഡ്രൈവർ മുഹമ്മദ് ആസിഫിന്റെ ദുരൂഹ മരണം. ഫോറൻസിക് സർജൻ കായർകട്ടയിൽ സന്ദർശനം നടത്തി. KP കുഞ്ഞിക്കണ്ണൻ അനുസ്മരണ സമ്മേളനം 25-ന് കാഞ്ഞങ്ങാട് കോവൽപ്പള്ളിയിൽ നടക്കും. KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. റോട്ടറി ഡിസ്ട്രിക്ട് സമാഗമം 2025 24, 25, 26 തീയതികളിൽ കാഞ്ഞങ്ങാട് നടക്കും. PN രാജു സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്യും. നാടകരാവുകൾക്ക് വിട. 6 ദിവസങ്ങളിലായി തൃക്കരിപ്പൂർ നടക്കാവിൽ നടന്ന സംഗീത നാടക അക്കാദമി ഉത്തരമേഖല അമേച്ചർ നാടക മത്സരം സമാപിച്ചു. മഞ്ചേശ്വരം SAT സ്കൂളിലെ കുട്ടികളിലുണ്ടായ ചൊറിച്ചിലിന് കാരണം വൈറസ് അല്ല, വില്ലൻ കമ്പിളിപ്പുഴു. ഗുണകരമായത് ആരോഗ്യവകുപ്പ് നടത്തിയ അന്വേഷണം. കരവിരുതിൽ പാഴ്വസ്തുക്കൾ കരകൗശല വസ്തുക്കളാകും. ക്രാഫ്റ്റ് മാജിക് എന്ന പേരിൽ 27-ന് പ്രദർശനമേള നടത്തുവാനുള്ള ഒരുക്കവുമായി നിർമ്മല. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.